വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം പഞ്ചായത്തിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വിദ്യാഭ്യാസ വികസന സമിതി യോഗം തീരുമാനിച്ചു. കൂടാതെ എല്ലാ സ്കൂളിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാനും ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. BPO TS സജീവൻ പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വിനീത മോഹൻദാസ്, ജിനി ജോസ്, VS ദീപ എന്നിവരും പ്രസംഗിച്ചു. അതുപോലെ തന്നെ അധ്യാപകരും മിക്ക സ്കൂളിലും 4 മണി കഴിഞ്ഞ് 4:30-5 മണിയായിട്ടൊക്കെ പോകാറുള്ളൂ. പക്ഷെ കണക്കിൽ അതൊന്നുമില്ല. കണക്ക് നമ്മൾ പറയുമ്പോൾ 10 to 4 ആണ് നമ്മുടെ പ്രവർത്തന സമയം. അതിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് കണ്ടെത്തിയത് എങ്ങനെയാ, ഒന്നാമത്തെ ചോദ്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് പ്രവൃത്തി സമയം കൂട്ടാൻ എന്തൊക്കെ ചെയ്യാനാവും. അതില് അധ്യാപകരും കുട്ടികളും 9:30 വിദ്യാലയത്തിലെത്തുകയും ക്ലീനിങ്, അസംബ്ലി തുടങ്ങിയവ 10 മണിക്ക് മുമ്പായി പൂർത്തീകരിക്കുകയും ചെയ്യുക. പിന്നെ അധ്യാപകരുടെയും കുട്ടികളുടെയും ആ പ്രവർത്തന സമയം പരമാവധി അതിനു വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്താനായിട്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സമയം നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതുപോലെ കഴിയുന്നത് അങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഒന്ന് ഇത്തിരി കുറയ്ക്കാനും, പിന്നെ ഈ സർവേ ജോലികൾ, സെൻസസ് അങ്ങനെയുള്ള ഡ്യൂട്ടികളിൽ നിന്നൊക്കെ അധ്യാപകരെ ഒഴിവാക്കുക. പിന്നെ അങ്ങനെ ഇപ്പൊ നമ്മൾ അധ്യാപകർ പോകുകയാണെങ്കിൽ അതിന് പകരം നമ്മുടെ ഇപ്പൊ കുറെ ടീച്ചേഴ്സ് അങ്ങനെ TTC കഴിഞ്ഞവരോ BEd കഴിഞ്ഞവരോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ ഒന്ന് നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചു തന്ന് കുട്ടികളുടെ സമയം ഒന്ന് പോവാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും മാർഗം. മത്സ്യബന്ധനത്തിന് ശേഷം ചേറ്റുവ ഹാർബറിനടുത്ത പാലത്തിൽ കെട്ടിയിട്ടിരുന്ന വള്ളം സാമൂഹ്യ വിരുദ്ധർ കെട്ടഴിച്ചുവിട്ടതിൽ ജില്ലാ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധിച്ചു. ബുധനാഴ്ച വൈകിട്ടാണ് ശ്രീഭരതൻ എന്ന യന്ത്രവത്കൃത വള്ളം കെട്ടഴിച്ചുവിട്ടതിനെ തുടർന്ന് 3 കിലോമീറ്ററോളം ഒഴുകിപ്പോയത്. പുഴയിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് 60 ലക്ഷത്തോളം രൂപ വില വരുന്ന വള്ളം വീണ്ടെടുക്കാനായതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വം ഓഫീസ് പരിസരത്ത് നടന്ന യോഗത്തിൽ ഫെഡറേഷൻ വൈസ് ചെയർമാൻ NK സുധാകരൻ അധ്യക്ഷനായി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾക്കും തൊഴിലുപകരണങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾ സംരക്ഷണം നൽകാൻ തയ്യാറാവണമെന്നും അല്ലാത്തപക്ഷം തൊഴിലാളികൾ തന്നെ തങ്ങളുടെ യാനങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കണമെന്നും ഇത് സംഘർഷത്തിനിടയാക്കുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. കൺവീനർ PK സുധീഷ്, EK രാധാകൃഷ്ണൻ, PK വേലായുധൻ, KV ഗോപി, രാജു എന്നിവരും പ്രസംഗിച്ചു. മതിലകത്ത് ബാപ്പുട്ടി മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. KF ഷംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് നടന്ന പ്രാർത്ഥനയ്ക്ക് മതിലകം മഹല്ല് ഖത്തീബ് അബ്ദുൽ സലാം ഫൈസി നേതൃത്വം നൽകി. ബാപ്പുട്ടി മുസ്ലിയാരുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. രാത്രി മതപ്രഭാഷണവും സ്വലാത്ത് മജ്ലിസും ഉണ്ടായി. وإلى حضرات من نبيناهم يا رب العالمين وإلى حضرات جميع أهل الخير كلهم وفضلا على فضلهم وكرامة تليق بعظيم سنهم يا رب العالمين وإلى حضرة من نبيناه خاصة اللهم زدهم شرفا على شرفهم وفضلا نصرتهم يا خير الناصرين اللهم بحقهم بجاه. വലപ്പാട് ആനവിഴുങ്ങിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. എടത്തിരുത്തി പല്ലാൻ സ്വദേശിനി ചേന്നപുരയ്ക്കൽ പരേതനായ കറപ്പൻ ഭാര്യ തങ്കയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് ആനവിഴുങ്ങി സെന്ററിൽ വെച്ചായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ തൃപ്രയാർ ഭാഗത്ത് നിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ വിവേകാനന്ദ കേന്ദ്രം പ്രവർത്തകരാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ വെച്ച് നടക്കും. ബാബു, ബൈജു എന്നിവർ മക്കളും പ്രജിത, സരിത എന്നിവർ മരുമക്കളുമാണ്. കാട്ടൂർ വാലത്ത് രാമചന്ദ്രൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. പരേതയായ ചന്ദ്രമതിയാണ് ഭാര്യ. പരേതനായ വനജൻ, അംബിക, സംഗീത എന്നിവർ മക്കളും സനാതന ബാസു, ഹരി എന്നിവർ മരുമക്കളുമാണ്. മതിലകം പള്ളിവളവ് കുറുപ്പംപുരയ്ക്കൽ കുഞ്ഞിക്കറപ്പൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. പരേതയായ നീലിയാണ് ഭാര്യ. ധർമ്മൻ, വേലായുധൻ, ഭാസ്കരൻ, സദാനന്ദൻ, ദേവകി, വസന്ത, സരസു എന്നിവർ മക്കളും ശോഭന, വിലാസിനി, ഷീല, ഭാനു, അയ്യപ്പൻ, അശോകൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തീരദേശത്തെ കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കുമെന്ന് മതിലകം ബ്ലോക്ക് വികസന സമിതി യോഗം.
റാന്യം ചാഴൂരിൽ ഓട്ടോറിക്ഷയിലെത്തി വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. മതിലകം ബാപ്പുട്ടി മുസ്ലിയാർ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.